രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം 9. യേഹൂ ഇസ്രായേൽ രാജാവ്. എലീശ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറിക്ക് ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യെഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുക. അവന്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. പ്രവാചകഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ, ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹു ചോദിച്ചു, ഞങ്ങൾ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ, അങ്ങേക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിന്റെ യജമാനനായ ആഹാബിന്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജെസബേലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിന്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിന്റെ ഭവനത്തെ നെബാത്തിന്റെ പുത്രനായ ജെറൊബോവാമിന്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. ജെസബേലിനെ നായ്ക്കൾ ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തൻ്റെ യജമാനന്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത്? അവൻ പ്രതിവചിച്ചു, അവനും അവന്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അവർ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നുവെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു, യോറാമിനെയും അഹസ്യായെയും വധിക്കുന്നു. നിംഷിയുടെ പൗത്രനും യെഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹുവും യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോത്ത് ഗിലെയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയമടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സിറിയ രാജാവായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി വന്നിരുന്നു. യേഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രയേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹു തേരിൽ കയറി ജസ്രയേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസിയ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ജസ്രയേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹുവും കൂട്ടരും വരുന്നത് കണ്ട്, ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച്, സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു. ദൂതൻ അവരുടെ സമീപമെത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു. അവനും ചെന്ന് പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു മറുപടി പറഞ്ഞു,
സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു. അവൻ അവിടെ എത്തി, എന്നാൽ മടങ്ങുന്നില്ല. നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത്. രഥം ഒരുക്കാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസ്യായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബേലിന്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച്, അഹസ്യാം, ഇതാ രാജ്യദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ലു വലിച്ച് എയ്തു. അസ്ത്രം അവന്റെ തോളുകളുടെ മധ്യേ തുളച്ചു കയറി. ഹൃദയം ഭേദിച്ച് അവൻ തേരിൽ വീണു. യേഹു തന്റെ അംഗരക്ഷകൻ വിത്കാരനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാബോത്തിന്റെയും അവന്റെ പുത്രന്മാരുടെയും രക്തമാണ്. ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിന്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂദാ രാജാവായ അഹസ്യ ഇത് കണ്ട് ബത്ഹാഗാൻ ലക്ഷ്യമാക്കി ഓടി. യേഹു പിന്തുടർന്നു അവനെയും എയ്തു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലായിമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മെഗിദോയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് മരിച്ചു. ഭൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവീദിന്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിന്റെ മകനായ യോറാമിന്റെ 11-ാം ഭരണവർഷം അഹസ്യ യൂദായിൽ ഭരണമേറ്റു. ജസബേൽ വധിക്കപ്പെടുന്നു. യേഹു ജസ്രയേലിലെത്തിയെന്ന് ജസബേൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹു പടി കടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാന ഘാതക സിമ്രി, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലൂടെ മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എൻ്റെ പക്ഷത്തുള്ളത്? 2-3 അന്തഃപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടിത്തേച്ചു. യേഹു അകത്ത് കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ നിന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങിവന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിഷ്ബാന്യനായ ഏലിയായുടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്. ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബേലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജസബേലിന്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രയേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജസബേൽ. കർത്താവിന്റെ വചനം.